ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലോകകപ്പിലെത്തിയതാ നമ്മുടെ പ്രകാശൻ. ലക്ഷ്മിയമ്മയാണ് പരാതി തന്നതെന്നും ലക്ഷ്മിയെ വഞ്ചിച്ച കുറ്റത്തിനാണ് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നും മനസ്സിലാക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന് നല്ല ടെൻഷനുണ്ട്. ഈശ്വര, ഇനി ഇങ്ങനെ ഒരു ഭാര്യയുള്ള വിവരമൊന്നും മഹായ്ക്ക് അറിയില്ലല്ലോ. മഹാലക്ഷ്മി ഈ വിവരങ്ങൾ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി താനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അവർ മടങ്ങി ചെന്നൈയിലേക്ക് പോവും. അപ്പം ആ ഒരു ടെൻഷൻ നമ്മുടെ പ്രകാശനുണ്ട്. പ്രകാശന്റെ മുന്നിലേക്ക് നമ്മുടെ ലക്ഷ്മി അമ്മ അങ്ങ് ചെല്ലുക. പ്രകാശനാണെങ്കിലോ ലക്ഷ്മി കണ്ട പാടെ തന്നെ മുഖമൊക്കെ താഴേക്ക് ഇങ്ങനെ താത്തി ഇങ്ങനെ വെച്ചിരിക്കുക. അവരുടെ മുഖത്ത് പോലും നോക്കാനുള്ള ശക്തി നമ്മുടെ പ്രകാശനില്ല. അങ്ങനെ എസ് ഐ ചോദിച്ചു, ഡാ നേരെ നോക്കടാ, നീ എന്തിനാ ഇങ്ങനെ മുഖം താഴ്ത്തിയിരിക്കുന്നത്? എല്ലാ കുറ്റവും ചെയ്തിട്ട് അവൻ ഒന്നും അറിയാത്തതുപോലെ പൊട്ടം കളിച്ചിരിക്കുകയാണല്ലേ. നീ പാവപ്പെട്ട ഒരു സ്ത്രീയെ ചതിച്ചിട്ട് അവരുടെ കുഞ്ഞിനെ കൂടി കൊല്ലാൻ നോക്കിയിട്ട് അവസാനം അവൻ ഈ കേരളത്തിൽ വന്ന് ഇവിടെയുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി തകർത്തു. അതും പോരാഞ്ഞിട്ട് ഇപ്പം ദാ മൂന്നാമതൊരുത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. നീ ഒരു മനുഷ്യനാണോടാ? നീ ചെയ്ത് കൂട്ടിയതിനെയൊക്കെ ഇവിടെ ഈ ലോക്കപ്പിൽ വെച്ച് തന്നെ നീ അനുഭവിക്കും. എന്നിട്ട് മാത്രമേ നിന്നെ ഞാൻ ജയിലിലേക്ക് വിടുകയുള്ളൂ. എൻ്റെ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഇവളും ഞാനും തമ്മിലുള്ള ബന്ധം 10-25 കൊല്ലം മുന്നേ ഉപേക്ഷിച്ചതാണ്. അതിനുശേഷം ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഈ പ്രകാശനുണ്ടല്ലോ സാറേ, ഇയാള് ചില്ലറക്കാരനല്ല. ഇയാൾക്കൊരു അമ്മയുണ്ട്, ഭാനുമതി എന്ന് പറയുന്നവർ. അവരും കൂടി ചേർന്നാണ് ഗർഭിണിയായിരുന്ന എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതും. അതുപോലെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പം ആ കുഞ്ഞ് പെൺകുഞ്ഞാണെന്നും പറഞ്ഞ് ഈ ദുഷ്ടനും ഇവൻ്റെ അമ്മയും കൂടി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കാണയിൽ തള്ളുകയും ചെയ്തത്. എൻ്റെ കുഞ്ഞിന് ആയുസ്സിന് ബലമുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയത് സാറേ. അതിനൊക്കെ ഇവൻ അനുഭവിക്കണം. അതും പോരാഞ്ഞിട്ട് ഇവൻ ഇവിടെ വന്ന് ഇവിടെയുള്ള ഒരു പാവം സ്ത്രീയുടെ ജീവിതം തൊളിച്ചു. ആ സ്ത്രീക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവള് മിണ്ടാത്ത ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കൂടി ഈ ദുഷ്ടൻ ഒരുപാട് ഉപദ്രവിച്ചു. സാർ ഇവിടുത്തെ റെക്കോർഡ്സൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കും സാറേ. കായലോരത്ത് പ്രകാശന്റെ പേരിൽ എന്തെങ്കിലും കേസുകളുണ്ടോയെന്ന് സാറിന് മനസ്സിലാകും. അപ്പോൾ സാറാണെങ്കിലോ, എനിക്ക് മനസ്സിലായി മാഡം, നിങ്ങൾ അവിടെ ഇരിക്കൂ. എന്തായാലും ഞാൻ ഇയാളുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. എടാ പ്രകാശ, സത്യമായിട്ട് പറയും, നീ എന്തിനു ഈ സ്ത്രീയെ ചതിച്ച് അവിടെ നിന്ന് മുങ്ങിയത്? സാറേ, അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എനിക്ക് അങ്ങനെയുള്ള ഒരു അബദ്ധം അത് സംഭവിച്ചു പോയി സാറേ. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ ഇവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. തെറ്റുകൾ സംഭവിച്ചു പോയി സാറേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ എസ് ഐ സാറിൻ്റെ കാല് പിടിക്കുകയാണ്. പ്രകാശൻ്റെ ഈ നാടകവും ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. നീ ഇങ്ങനെ തന്നെ അഭിനയിക്കുമെന്ന് എനിക്കറിയാടാ. നിനക്ക് വേണ്ടുന്നത് നല്ല ഗുമ്മനിടിയാണ്. അതും കൂടി ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ എസ് ഐ സാറിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എന്താണ് ആഗ്രഹിക്കുന്നത്? പണമായിട്ടാണെങ്കിൽ പണമായിട്ട്, അല്ലാതെയാണെങ്കിൽ അങ്ങനെ. ഞാൻ ഏത് രീതിയിലും സാറിനെ സഹായിച്ചിരിക്കും. എനിക്ക് ഒരുപാട് പിടിപാടൊക്കെയുള്ള ആളാണ്. ഞാൻ കാർത്തിക ഫുഡ്സിൻ്റെ MD ആണ്. അതുമാത്രമല്ല, ഇപ്പം LK കൺസ്ട്രക്ഷനും എൻ്റെ പേരിലാണ്. സാറ് കേട്ടിട്ടുണ്ടാകുമല്ലോ ആ കമ്പനികളെ കുറിച്ചിട്ട്. അറിയാം മാഡം, നിങ്ങൾ ഇത്രയും വലിയൊരു പുള്ളിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അകത്ത് കിടക്കുന്നവനെ ചതച്ചരച്ചേ ഞാൻ ഇവിടുന്ന് പുറത്തു വിടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ എസ് ഐയും ലക്ഷ്മിയമ്മയും കൂടി കൈകോർക്കുകയാണ് പ്രകാശൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. പ്രകാശനാണെങ്കിലോ ഈ എസ് ഐയുടെ വരവും മട്ടും ഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രകാശന് നല്ല പേടിയുണ്ട്. ഈശ്വര, ഇയാളുടെ വരവ് കണ്ടിട്ട് ഇവൻ എന്നെ തല്ലാൻ വരുന്നതാണല്ലോ. ഇനി എങ്ങാനും തല്ലുവോ ദൈവമേ. അങ്ങനെ പ്രകാശനെ ലോക്കപ്പിലിട്ട് ആ എസ് ഐ കൈകാര്യം ചെയ്യുക. എടാ, നീ സ്ത്രീകൾക്കെതിരെ മര്യാദ രീതിക്ക് പെരുമാറുമോ, അതോ ഇനി അവരെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുവോ? 1ഉം 2ഉം അല്ലല്ലോ നീ കെട്ടിയത്. നിനക്ക് എന്നും പെണ്ണ് കെട്ടണോടാന്ന് ചോദിച്ച് ആ പോലീസുകാരൻ നമ്മുടെ പ്രകാശന്റെ മുതുകു നോക്കി നല്ല ഇടിക്കുക. പ്രകാശനാണെങ്കിൽ എൻ്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. ഇന്ന് എൻ്റെ വിവാഹം മുടക്കിയത് ഈ ലക്ഷ്മിയാണ്. അവൾ ഒറ്റൊരുത്തിയാണ്. ഇവൾക്ക് പിന്നിൽ വേറൊരുത്തിയും കളിച്ചിട്ടുണ്ട്. എന്തായാലും സാറേ, എന്നെ ഒന്നും ചെയ്യരുത് സാറേ. എൻ്റെ വിവാഹം മുടക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും സാറേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ എസ് ഐയുടെ കാല് പിടിക്കുക. അപ്പം പ്രകാശനോട് നമ്മുടെ എസ് ഐ പറഞ്ഞു, നീ ഇതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിന്നെ ഇനി ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കായിരിക്കും. അപ്പം നിനക്ക് വേണ്ടുന്നത് അവിടെയുള്ള ആൾക്കാരും കൂടി തന്നോളും. എന്തായാലും ഇപ്പം വന്നിരിക്കുന്ന മാഡം അത്യാവശ്യം പിടിപാടുള്ളതാ പ്രകാശ. എടോ സാറേ, താൻ എന്താ അറിഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചിട്ട്? ഈ ഞാനുണ്ടല്ലോ LK കൺസ്ട്രക്ഷൻ്റെ MD ആയിട്ടുള്ള വിക്രമാദിത്യൻ്റെ അച്ഛനാണ്. അതുമാത്രമല്ല, എൻ്റെ മോള് കാർത്തിക, അവൾ ഇതിനൊക്കെ പകരം ചോദിക്കുവടോ.
തന്നെ മാത്രമല്ല, എന്നെ ആരൊക്കെ ഇവിടെ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും തക്ക ശിക്ഷ എൻ്റെ മകൾ വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും തൊപ്പി തെറിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശന്റെ വക ഭയങ്കര വെല്ലുവിളിയാണ്. പ്രകാശൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ SI ആണെങ്കിൽ ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ തന്നെ പ്രകാശനെ അടിച്ചൊതുക്കി ഒരു മൂലക്കിട്ടു. ഇതിന് ശേഷം നമ്മുടെ പ്രകാശൻ വേദന കൊണ്ട് ഇങ്ങനെ സ്റ്റേഷനിൽ കിടക്കുക. ലക്ഷ്മി അമ്മ വന്ന് നേരെ നിന്ന് നമ്മുടെ പ്രകാശനെ നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രകാശ? ശരീരത്തിനൊക്കെ നല്ല സുഖമുണ്ടോ? ഇവിടുന്ന് ഇറങ്ങിയോന്ന് ഇനി ഈ സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. എടി, നീ എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? നിന്റെയും നിന്റെ മകളുടെയും ജീവിതം ഞാൻ തകർത്തു എന്നല്ലേ നീ പറയുന്നത്? എനിക്ക് നിന്നെക്കാട്ടിലും നല്ല ഒരു പെങ്കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. മഹാലക്ഷ്മി എന്ന അവളുടെ പേര്. ഇന്ന് അവളും ഞാനും തമ്മിലുള്ള വിവാഹമാണ് നിന്റെയും അതുപോലെ കിരണിന്റെയും കല്യാണിയുടെയും ഒക്കെ ഇടപെടൽ മൂലം ഇല്ലാണ്ടായത്. എൻ്റെ കാർത്തിക മോൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. നിന്നെ ഉണ്ടല്ലോ, നിന്നെ അടിച്ച് ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കൂടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ നേരെ പ്രകാശൻ ഗർജിക്കുകയാണ്. പ്രകാശന്റെ ഈ ഗർജനമൊന്നും ലക്ഷ്മി അമ്മയ്ക്ക് പുല്ല് വിലയുള്ളൂ. ലക്ഷ്മി ആണെങ്കിൽ നേരെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ്. ആദ്യം നീ ഇതിനകത്ത് നിന്നൊന്ന് പുറത്തിറങ്ങുന്നത് കാണിക്ക്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം പകരം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അങ്ങനെ ലക്ഷ്മി അവിടെ നിന്നും ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും വെളിയിലിറങ്ങുക. അപ്പം നമ്മുടെ വിക്രവും അതുപോലെ മൂങ്ങാമുത്തശ്ശിയും കൂടി ചെന്ന് അതെ കല്യാണം മുടങ്ങിയ വിവരങ്ങൾ മുഴുവനും നമ്മുടെ കാർത്തികയെ വിളിച്ച് പറയുകയാണ്. അപ്പം കാർത്തികയാണെങ്കിലോ, എന്താടാ നീ പറയുന്നത്? എന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? അച്ഛനെ ആര് കൊണ്ടുപോയി നീ പറയുന്നത്? ചേച്ചി, അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയി ചേച്ചി. എന്തിനെ കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയി. എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ചേച്ചി. ഞാനും അമ്മുമ്മയും കൂടി സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്, ചേച്ചി ഇപ്പം തന്നെ അച്ഛനെ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കാർത്തികയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളുടെ ഗതി. അങ്ങനെ കാർത്തിക നമ്മുടെ വിക്രത്തിന് വാക്ക് കൊടുക്കുക. മോനെ നീ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം. അവിടെ ചെന്നിട്ട് വിവരങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കട്ടെ. അതിനുശേഷം വേണ്ടുന്ന കാര്യങ്ങൾ ചേച്ചി ചെയ്യാം. അച്ഛനെ ഒരു കാരണം വെച്ചാലും അവിടെ കിടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് കാർത്തിക അവിടുന്ന് വരിക. കാർത്തിക ദാ സ്റ്റേഷനിലെത്തി. ലക്ഷ്മി അമ്മയാണെങ്കിൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അമ്മ എന്തായി അകത്ത്? കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നോ? അതേടി മോളെ, ആ SI ആ പ്രകാശനെ എടുത്ത് നല്ല ഇടി ഇടിച്ചു. പ്രകാശൻ എന്താ ചങ്ക് വാടി അവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്തായാലും എൻ്റെ അഭിനയം കഴിഞ്ഞു. ഇനി മോള് അങ്ങോട്ട് ചെല്ല്. മോള് ചെല്ലുമ്പോൾ നല്ലതുപോലെ അഭിനയിക്കണം കേട്ടോ. പ്രകാശൻ ഒരു കാരണം വെച്ചാലും സംശയമൊന്നും തോന്നരുത്. ഇതുവരെ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാർത്തികയും മഹാലക്ഷ്മിയും വരും അവനെ രക്ഷിക്കൂ എന്നൊക്കെ തന്നെയാണ്. എന്തായാലും മോള് ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കാർത്തിക ലോക്കപ്പി കിടക്കുന്ന പ്രകാശന്റെ അടുത്തേക്ക് ചെല്ലുക. പ്രകാശൻ തൻ്റെ വളർത്തുമകളെ കാണുന്ന സമയത്ത് ചാടി എഴുന്നേറ്റു. മോളെ, അച്ഛൻ്റെ ഈ അവസ്ഥ നീ കണ്ടോടി. അച്ഛനുണ്ടല്ലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കല്യാണിയും കിരണും കൂടി രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് എന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയതാണ്. ഈ SI ഒക്കെ അവരുടെ ആൾക്കാരെ മോളെ. എന്നെ എന്തോരം ഇടിച്ചെന്ന് മോൾക്ക് അറിയാവോ? അപ്പം അച്ഛ എന്തിനാ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ എന്തായാലും SI സാറിനെ കണ്ട് സംസാരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അച്ഛനെ വന്ന് കാണാമെന്ന് പറഞ്ഞ് അവള് നേരെ ചെല്ലുകയാണ് SIയുടെ റൂമിലേക്ക്. അപ്പം SI ആണെങ്കിൽ വരൂ മാഡം, മനസ്സിലായി, കാർത്തിക ഫുഡ്സിന്റെ MD അല്ലേ? അതെ അതെ. പിന്നെ ഉണ്ടല്ലോ അകത്ത് കിടക്കുന്ന പ്രകാശൻ, പുള്ളി എന്ത് കുറ്റാ ചെയ്തതെന്നാണ് സാറ് പറഞ്ഞു വന്നിരിക്കുന്നത്. അതെ, ഇയാള് മുന്നേ ഒരു വിവാഹം കഴിച്ചതാ. അവരെ ചതിച്ചുകൊണ്ട് ഇയാള് രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതിൽ ഇയാൾക്ക് മക്കളും ഒക്കെ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഇപ്പതാ അവരെ ഉപേക്ഷിച്ചിട്ട് മൂന്നാമതൊരു വിവാഹം കഴിക്കാൻ പോവുക. ആ സമയത്ത് ആദ്യ ഭാര്യ നൽകിയ ആ ഒരു പരാതിയാണ് ഇവിടെ അന്വേഷിക്കുന്നത്. സാറേ, ആ ആദ്യ ഭാര്യ ലക്ഷ്മി ഉണ്ടല്ലോ, അതെൻ്റെ അമ്മയാണ്. അവർക്കൊരു മകളുള്ള കാര്യം പറഞ്ഞില്ലേ, ആ മകള് ഞാനാണ്, കാർത്തിക ഞാനാണ്. എന്തായാലും സാറേ, എൻ്റെ അമ്മയെ ദുഃഖം അത്ര കണ്ട് എൻ്റെ അമ്മ താങ്ങിയാണ് ജീവിച്ചിരുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ ആ സങ്കടങ്ങൾക്കൊക്കെ കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് വന്നതും ഇവിടെ ഈ ഒരു ബിസിനസ് വേരുറപ്പിച്ചതും. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം, അയാളെ നല്ലതുപോലെ അങ്ങ് ട്രീറ്റ് ചെയ്തേക്കണം. അമ്മ കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അയാളുടെ മുന്നിൽ ഞാൻ അയാളോട് സ്നേഹമുള്ളൊരു മകളായിട്ടായിരിക്കും നിൽക്കുന്നത്. അയാൾക്ക് ഈ കഥകളൊന്നും അറിയത്തില്ല സാറേ. അയാൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പതാ പുതിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കോടികളുടെ സ്വത്തുമായിട്ട് സുഖമായിട്ട് ജീവിക്കാന്നൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ SIയും കൂടി അവരുണ്ട് അയ്യപ്പായി. പ്രകാശനാണെങ്കിൽ ഇപ്പൊ എന്നെ ഇറക്കും, എൻ്റെ കാർത്തിക മോള് ചോദിക്കാൻ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ കാർത്തിക നേരെ നമ്മുടെ പ്രകാശന്റെ അടുത്തേക്ക് വന്നു.
അച്ഛ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അച്ഛനെതിരെ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ അച്ഛ ഇതിന്റെയൊക്കെ വാസ്തവം എന്തെന്നാണ്? അച്ഛൻ ഇതിനു മുന്നേ വിവാഹം കഴിച്ചതാണെന്നാണ് SI പറഞ്ഞത്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് കാർത്തിക ചോദിക്കുക. അത് മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞങ്ങൾ കുറച്ച് നാള് ചെന്നൈയിൽ താമസിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പറ്റുപറ്റിപ്പോയി. അവളെ ഞാൻ അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ ആ ബന്ധം അവൾ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. അവളിപ്പോൾ എന്നെ അന്വേഷിച്ച് ഈ നാട്ടിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല മോളെ. ഇതിനെതിരെ കളിച്ചിരിക്കുന്നത് ആ കിരണും കല്യാണിയുമാണ്. അതുകൊണ്ട് അവരിന്ന് ആ രജിസ്റ്റർ ഓഫീസിൽ വന്നത്. മോളുടെ അമ്മയോട് പറയണം. അച്ഛ, അമ്മയുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് അച്ഛ. വിവാഹം മുടങ്ങിയെന്ന് അറിഞ്ഞപ്പം എൻ്റെ അമ്മ തകർന്നു പോയെന്നൊക്കെ പറഞ്ഞ് കാർത്തികയാണെങ്കിൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് അടിക്കുക. അപ്പോൾ കാർത്തിക പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ ദൈവമേ ഇനി എന്ത് ചെയ്യും? അച്ഛന് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ മോളെ? അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിനുശേഷം ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അച്ഛൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. മോളെ വിക്രം എവിടെ? വിക്രം ഇവിടെ വന്നില്ലല്ലോ. മോൾ അവനെ കൂടി ഒന്ന് നോക്കണം. അതൊന്നും അച്ഛനോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ അച്ഛൻ ഇങ്ങനെയുള്ളൊരു കാര്യം എന്നിന്ന് മറച്ചു വെച്ചില്ലേ? അച്ഛനോട് ഞാനും അമ്മയും ഒക്കെ എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചതല്ലേ? എന്നിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത്? മോളേടി, അത് പറ്റിപ്പോയതാ. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മഹാലക്ഷ്മിയോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പറ്റിയ മോള് അമ്മയായിട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുക. പ്രകാശൻ താഴ്ന്ന് പാതാളം വരെ താഴ്ന്നു പോയിരിക്കുക. അപ്പം അതുമാത്രമല്ല മോളെ, ഈ SI ഉണ്ടല്ലോ, അവൻ എന്നെ തല്ലി. അവൻ അതിനുള്ള ഒരു ശിക്ഷ നമുക്ക് കൊടുക്കണം. മോളൊരു കാര്യം ചെയ്യും. മോൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല പിടിപാടുള്ളതല്ലേ? ആ SI ഇവിടുന്ന് സ്ഥലം മാറ്റിയേക്കെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തോളാം അച്ഛ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കാർത്തിക അവിടെ നിന്നും പ്രകാശനെ സമാധാനിപ്പിച്ച് മടങ്ങിപ്പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആശുപത്രിയിൽ നമ്മുടെ ശാരിയും സരയും ഒക്കെ കൂടിയിരുന്ന് സംസാരിക്കുക. അപ്പം അങ്ങോട്ടേക്ക് രാഹുൽ വന്നു. രാഹുൽ വന്നിട്ട് പറഞ്ഞു, എന്താ അച്ഛൻ വിവാഹത്തിന് പോയിട്ട് എന്താ ഇപ്പം നേരത്തെ ഇങ്ങ് പോകുന്നത്? അതെ, അവിടെ വിവാഹം നടന്നെങ്കിലല്ലേ അത് കാണാനായിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. പ്രകാശനെ പോലീസ് കൊണ്ടുപോയി. പ്രകാശനെ പോലീസ് കൊണ്ടുപോയെന്നോ? നിങ്ങൾ എന്തൊക്കെ വട്ടാ മനുഷ്യ ഈ പറയുന്നതെന്ന് ശാരി ചോദിക്കുകയാണ്. ആടി ശാരി, പ്രകാശൻ ഇതിനു മുന്നേ ആരെയോ വിവാഹം കഴിച്ചു എന്ന്, അതും അങ്ങങ്ങാണ്ട് ചെന്നൈയിൽ വെച്ച്. എന്നിട്ട് ആ പെണ്ണുപിള്ളയെ പറ്റിച്ച് അവൻ ഈ നാട്ടിൽ വന്നിട്ട് ദീപയെ വിവാഹം കഴിച്ചു. ദീപയുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ കാർത്തികയുടെ അമ്മ, അതായത് മഹാലക്ഷ്മിയെ വിവാഹം കഴിക്കാനുള്ള പുറപ്പാടായിരുന്നു. പക്ഷേ ആദ്യ ഭാര്യ വന്ന് പ്രകാശനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അതുകൊണ്ട് പ്രകാശനെ പോലീസുകാർ പൊക്കിയതാന്ന് പറഞ്ഞു. അത് കൊള്ളാം. ഇങ്ങനെ പലരും പല കള്ളത്തരങ്ങളും ഒക്കെ ചെയ്താണ് ജീവിക്കുന്നതെന്ന് നമ്മുടെ ശാരി പറയുക. അയ്യോ എൻ്റെ മനുവേട്ട, ഇത് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്? എത്ര കല്യാണ പ്രകാശം കഴിച്ചിരിക്കുന്നത്? എൻ്റെ മനുവേട്ട, ദേ എൻ്റെ ജീവിതത്തിലെങ്ങാനുമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ആ ഭർത്താവിനെ ഞാൻ വെട്ടി കണ്ടിച്ചിട്ടേനെന്ന് സരയു പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശനും രാഹുലും അതുപോലെ മനോഹരനും കൂടി പരസ്പരം ഒന്ന് നോക്കി. നമ്മൾ രണ്ടുപേരും സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. രണ്ടുപേർക്കും അത്യാവശ്യം ചുറ്റിക്കളികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ദീപയുടെ അടുത്ത് ഈ ന്യൂസുകൾ മുഴുവനും കൊണ്ടുപോയി എത്തിക്കുകയാണ് കല്യാണി. അമ്മേ, ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിയോ? പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വന്നത്. രാജപ്പനും ബാലണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി നല്ല രീതിയിൽ സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാമ്മ ഞാനും കിരണേട്ടനും അതുപോലെ ഹരിയേട്ടനും കൂടി അങ്ങോട്ട് ചെന്നത്. ഞങ്ങളെ കണ്ടപാടെ അച്ഛനും അമ്മുമ്മയ്ക്കും ഒക്കെ വെള്ളടി വെട്ടിയതുപോലെ മുഖമൊക്കെ അങ്ങ് കറുത്തിരുണ്ടു. എന്നിട്ട് എന്തിനാ വന്നേന്ന് വരെ ചോദിച്ചു. പോലീസുകാർ വരുന്ന സമയം വരെ ഞങ്ങളോട് അവർ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി മോളെ? പോലീസുകാർ പ്രകാശിനെ കൊണ്ടുപോയോ? അമ്മയെ കൊണ്ടുപോയി. കാർത്തിക ചേച്ചിയുടെ അമ്മ ഒരുക്കി വെച്ച കെണിയായിരുന്നു അത്. അതെ, പ്രകാശൻ കാർത്തിക ചേച്ചിയുടെ അമ്മയുമായിട്ടുള്ള ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. അത് ചെയ്യാതെയാണ് ഇപ്പം വീണ്ടും വിവാഹം കഴിച്ചത്. അമ്മയെ കല്യാണം കഴിച്ച് അമ്മയുടെ ജീവിതവും നശിപ്പിച്ചു. ഇപ്പം വേറൊരുത്തിയുടെ ജീവിതവും കൂടി നശിപ്പിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ആ അമ്മ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്തിരിക്കുക. അത് കാരണം പുള്ളിക്കാരന് നല്ല ഒന്നാന്തരം ഒരു മുട്ടം പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മൂങ്ങാമുത്തശ്ശിയും വിക്രവും കൂടി വരികയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് പറഞ്ഞു, ഡി കല്യാണി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീയും നിന്റെ അമ്മയും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്നും പറഞ്ഞ് ആ വാതിപ്പടിക്ക് വന്ന് നിന്ന് ചിലക്കുകയാണ്.
കല്യാണിയാണെങ്കിലോ അമ്മ വന്നിട്ടുണ്ട്, അമ്മയുടെ പുന്നാര മോൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കല്യാണി ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ കിരണും ഒക്കെ ചെന്നു. അതിനുശേഷം ബൈജു ചോദിച്ചു, അല്ലടാ നിന്റെ അച്ഛൻ്റെ കല്യാണം ഇവിടെ വെച്ചല്ലല്ലോ നടത്തുന്നത്, നിന്റെ അച്ഛൻ്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചല്ലേ? അല്ല ദീപേച്ചി, പിന്നെ ആ ഡിന്നറോ എന്താണ് റിസപ്ഷനോ ആ സംഭവമൊക്കെ എവിടെ വെച്ചായിരുന്നു? 3 സ്റ്റാർ ഹോട്ടലിലാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവരൊക്കെ അവിടെ പോവാതെ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നമ്മുടെ ബൈജുവിൻ്റെ ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് ഇങ്ങോട്ട് തരിച്ചു കയറുകയാണ്. വിക്രം പറഞ്ഞു, നിർത്തടാ, എടാ നിന്റെ ഈ നിൽക്കുന്ന കല്യാണി ഉണ്ടല്ലോ, നിന്റെ മുൻ കണക്ഷൻ, ഇവള് ചില വൃത്തികെട്ട കളികൾ കളിച്ചു, അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയത്. എന്തായാലും എൻ്റെ അച്ഛനെ കൊണ്ടുപോയതിന് ഇവളോടൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും. അങ്ങനെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ വെല്ലുവിളിച്ചിട്ട് പോടാ. നിന്റെ അച്ഛൻ ഇതുവരെ ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തിയും ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തികളല്ല. നമ്മുടെ ദീപയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് വിക്രത്തോട് പറഞ്ഞു, എടാ മോനെ, നീ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അച്ഛൻ്റെ ചതികളുടെ കഥ അത് നീ അറിയും. അന്ന് അറിയുന്ന സമയത്ത് നിനക്ക് അമ്മയായിരുന്നോ ശരി അതോ അച്ഛനായിരുന്നോ ശരി എന്നുള്ള കാര്യം അന്ന് നീ ചിന്തിക്കും. അപ്പം നിനക്ക് നല്ല കുറ്റബോധം തോന്നും. ഒന്ന് പോ പെണ്ണുപിള്ളയെന്നും പറഞ്ഞ് നമ്മുടെ വിക്രമാദിത്യന് അമ്മയെ ആട്ടുകയാണ്. അപ്പം മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ, എൻ്റെ മകനെ ജയിലിലാക്കിയ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടില്ലടി, നീയൊന്നും ഒരു കാലത്ത് ഗതി പിടിക്കില്ല എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പ്രാകുകയാണ്. അപ്പം നമ്മുടെ ദീപയാണെങ്കിലോ, നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുണ്ടല്ലോ, നിങ്ങളാണ് ആ മകനെ ഇങ്ങനെ വഷളാക്കിയത്. മകനെ മാത്രമല്ല, ഈ നിൽക്കുന്ന കൊച്ചുമകനെയും വഷളാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തിയാണ്. പെമ്മക്കള് വീടിന് ഐശ്വര്യക്കേടാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ആ വിക്രത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ മകനും ഒക്കെ ഓരോ കാര്യങ്ങൾ ഓതി കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പം നിങ്ങളും നിങ്ങളുടെ മകനും ഇങ്ങനെ നെട്ടോട്ട് ഓടേണ്ടി വന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പെമ്മക്കൾക്ക് എന്തിൻ്റെ കുറവാണ്? അവരെയൊക്കെ കണ്ടില്ലേ, സ്നേഹിക്കുന്ന 2 പുരുഷന്മാർ അവരോടൊപ്പം ഉണ്ടല്ലോ. നിങ്ങളുടെ മകൻ എന്താ കിട്ടിയിരിക്കുന്നത്? നിങ്ങളുടെ ഈ നിൽക്കുന്ന വിക്രത്തിന് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പ്രകാശൻ എന്ന് പറയുന്ന തന്തയ്ക്ക് സാധിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മൂങ്ങിക്ക് തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുകയാണ്. എടി, ഞാനിപ്പോൾ ഇതൊന്നും അല്ല സംസാരിക്കാൻ വന്നത്. നിന്റെ മകളും മരുമകനും കൂടി എൻ്റെ മകനെ കേസിൽ പെടുത്തിയിരിക്കുക. ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്. അവിടെ ചെന്നിട്ട് അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക, ആരാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നതെന്ന്. എന്നിട്ട് നിന്ന് സംസാരിച്ചാൽ മതി. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ മകന് മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ദീപ ചോദിക്കുക. അപ്പം ദീപയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ മൂങ്ങാമുത്തശ്ശി പതറി. കാര്യം മൂങ്ങയ്ക്ക് അറിയാമല്ലോ, ചെന്നൈയിൽ വെച്ച് ലക്ഷ്മിയമ്മയെ വിവാഹം കഴിച്ചതും കുഞ്ഞുണ്ടായതിന് ശേഷം അവരെ ഉപേക്ഷിച്ച് നാട് വിട്ട കഥയും ഒക്കെ. അങ്ങനെ ലക്ഷ്മിയെക്കുറിച്ച് നമ്മുടെ മൂങ്ങ ആലോചിക്കുക, ദൈവമേ ഇനി ചതിച്ചോ, അങ്ങനെ എങ്ങാനും ആണോ എൻ്റെ പ്രകാശം കുടുങ്ങിയത്? അപ്പം രാജപ്പനും അതുപോലെ തന്നെ നമ്മുടെ ബാലണ്ണനും ഒക്കെ അങ്ങോട്ട് വന്നു. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പ്രകാശം നല്ല സന്തോഷത്തിലായിരുന്നല്ലോ. മോളെ, നീ ഈ സമയത്ത് അവനോട് ചതി ചെയ്യരുതായിരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ രാജപ്പൻ കല്യാണിയോട് സംസാരിക്കുക. അപ്പം കല്യാണി പറഞ്ഞു, രാജപ്പ, ഞാനല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെയൊക്കെ ചങ്ക് കൂട്ടുകാരനായിട്ടുള്ള പ്രകാശനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അയാൾ ചെയ്തിരിക്കുന്ന സകല ശിക്ഷകൾക്കും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം വരും. അന്ന് അയാൾ അനുഭവിക്കും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ശാപമാണ്. എന്നെയും എൻ്റെ അമ്മയെയും അതുപോലെ അതിന് മുന്നേ ഉള്ള ആൾക്കാരെയൊക്കെ ഈ തന്ത ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിനൊക്കെയുള്ള ശിക്ഷ കിട്ടാണ്ട് എങ്ങനെ പോവാനാ? പിന്നെ ദേ വളർത്തി വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ നിൽക്കുന്ന വിക്രം വരെ ആ മനുഷ്യനെ തള്ളി പറയുന്ന ഒരു ദിവസം വരും. എടാ വിക്രം, നിന്റെ അച്ഛനെ വിശ്വസിച്ച് 10-12 ലക്ഷം രൂപയാടാ ഞാൻ കൊടുത്തത്. എൻ്റെ രാജപ്പാണ്ണ, നിങ്ങളൊന്ന് അടങ്ങ്. ദേ എൻ്റെ അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങട്ടെ. അതിനുശേഷം കാർത്തിക ചേച്ചിയുടെ അമ്മയും എൻ്റെ അച്ഛനും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തും. അത് നടന്നു കഴിയുമ്പം ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വരും. ദേ ഈ നിൽക്കുന്ന ഇവളുടെയും അതുപോലെ ആ തള്ളയുടെയും മുന്നിൽ നിന്നിട്ട് എൻ്റെ അച്ഛനുമായിട്ട് 2 വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ വിക്രം നിന്ന് സംസാരിക്കുക. അപ്പോൾ കല്യാണിയാണെങ്കിലോ, എടാ നീ ഈ വാശിയും വീറും ഒന്നും ഇവിടെ വന്നല്ല കാണിക്കേണ്ടത്. നീ ആദ്യം സ്റ്റേഷനിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കും. നിന്റെ അച്ഛൻ എങ്ങനെയാ ലോക്കപ്പിലായതെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കല്യാണി പറഞ്ഞതും, കാണിച്ചു തരാടി, നീയൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നും പറഞ്ഞ് കൊച്ചുമോനെയും കൂട്ടി നമ്മുടെ മൂങ്ങാമുത്തശ്ശി സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെല്ലുന്ന സമയമാണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുന്ന നമ്മുടെ പ്രകാശനെ കണ്ട് മൂങ്ങയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. എൻ്റെ പൊന്നു മോനെ പ്രകാശ, നിനക്ക് എന്താടാ പറ്റിയത്?
ദേ എൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു ഇന്ന്, എൻ്റെ സാറേ എൻ്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ അവിടെ നിന്ന് കഥ പറയാൻ തുടങ്ങി. SI സാറാണെങ്കിലോ, നിങ്ങളൊക്കെ ആരാ, നിങ്ങളൊക്കെ എന്തിനാ ഇപ്പം ഇതിനകത്തോട്ട് കയറി വന്നത്, മര്യാദക്ക് പുറത്തെങ്ങാനും പോയി നിൽക്കെന്നും പറഞ്ഞ് മൂങ്ങയെ പിടിച്ച് ഇറക്കി വിടാൻ നോക്കുമ്പം സാറേ ഞാൻ അവൻ്റെ അമ്മയാ സാറേ, എൻ്റെ മോന് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, അവനെ കുടിക്കിയതാ സാറേ, സാറേ കാശ് കൊടുത്ത് വല്ലവരും എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കിയതായിരിക്കും. എൻ്റെ പൊന്നു തള്ളെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ, ദേ ഇവനുണ്ടല്ലോ, ഇവൻ ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചതാ, അത് പോരാഞ്ഞിട്ട് അവൻ മറ്റൊരുത്തിയെ കൂടി കെട്ടാനൊരുങ്ങി. ഇതിനെതിരെ അവൻ്റെ ആദ്യ ഭാര്യ കൊടുത്ത പരാതിയിലാണ് ഇപ്പം ഇവൻ അകത്തായി കിടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വിക്രമൊക്കെ ആ ഞെട്ടിക്കുന്ന രഹസ്യം അറിയുന്നത്, തൻ്റെ അച്ഛൻ ഒരു ഫ്രോഡായിരുന്നു എന്നുള്ള സത്യം. എന്തായാലും കാത്തിരുന്ന് കാണാം ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ദേ രാവിലെ അപ്പോൾ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുന്നേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.